എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. സ്ട്രെങ്ത് കാർഡ്, സൺ, സ്റ്റാർ, വേൾഡ് കാർഡ്, ഡെവിൾ എനർജി, ഫോർ ഓഫ് വൺസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ സ്ട്രെങ്ത് ആൻഡ് ഡെവിൾ എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമെന്ന് തന്നെ പറയാം. അത് പക്ഷെ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സമയം ആ ഒരു സമയത്തിൻ്റെ തുടക്കം മാത്രമാണെന്നുള്ളതാണ്. അതിനാദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും, എല്ലാവരും ആണെന്നല്ല, പലരെയും സംബന്ധിച്ച് നിങ്ങളുള്ള ചുറ്റുപാടെന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതൊരു പക്ഷെ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നല്ല. അവിടെ ആയിരിക്കാം നിങ്ങൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലായിരിക്കാം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ഈ ടോക്സിസിറ്റി നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളത്, അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അതിനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ടോക്സിസിറ്റി നിന്ന് മാറാൻ ശ്രമിക്കാം. കുടുംബ അന്തരീക്ഷം, നിങ്ങൾ ജനിച്ചു വളർന്ന ഫാമിലിയിലാണ് നിങ്ങൾ എങ്കിൽ, ഈ ഒരു ടോക്സിസിറ്റി എങ്കിൽ, പലപ്പോഴും നമ്മൾ പറയില്ലേ, ചില ആളുകൾ നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അച്ഛനമ്മമാരുള്ളവർ, അപ്പോൾ അമ്മയൊക്കെ നാർസിസ്റ്റിക് ആണ് നിങ്ങളുടെ എങ്കിൽ, പലരും നാട്ടിൽ പലർക്കും അറിഞ്ഞു വരുന്നുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നതാണ്. ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. പലർക്കും കടക്കുന്നുമില്ല. ഇതൊക്കെ നോർമലാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ അങ്ങനത്തെ ഒരു ആ ഒരു ലെവൽ ഓഫ് ടോക്സിസിറ്റി ഉള്ളവർ അടുത്തവരുടെ കൂടെ നിന്നതുകൊണ്ടൊരു കാര്യമില്ല. എന്തെങ്കിലും കാരണവശാൽ ഒരു ജോലി നേടി കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് മനഃപൂർവ്വമായിട്ട് ജോലി നേടിയിട്ട് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഈവൻ ഇൻലോസ്, ഫാമിലി വിവാഹം കഴിച്ച ഇടത്താണെങ്കിൽ മറ്റൊരിടത്തേക്ക് നിങ്ങൾക്കും മാറാം. ഒരു വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയാണ്, ഹസ്ബൻഡോ വൈഫോ ആണ് എങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ടും അതിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് അത് നിങ്ങളായിട്ട് അതിന് ശ്രമിച്ചാൽ പുറത്ത് കടക്കാവുന്നതേ ഉള്ളൂ. സമൂഹത്തെ ഭയന്ന് നിങ്ങളത് ചെയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും തോറും നിങ്ങളുടെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ്, ഒരു ഫ്രീഡം, യാത്രകൾ, സന്തോഷം, പലതും, ആഘോഷങ്ങൾ, ദൈവാനുഗ്രഹം, ആത്മവിശ്വാസം, പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രമിക്കുക എന്നുള്ളതല്ല, പുറത്ത് കടക്കുക. ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്. അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്, ജോലിയായിട്ടും മറ്റു തരത്തിൽ വരുന്നുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുതലെടുക്കുക. ആ ഒരു അവസരം എങ്ങനെയും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവുക. ഇനി നിങ്ങൾ ടോക്സിക് വർക്ക് എൻവയൺമെൻ്റ് ആണെങ്കിൽ അത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ജോലിക്ക് ശ്രമിക്കുക, മറ്റൊരു ജോലിയിലേക്ക് കടക്കാം. അത് നിങ്ങൾ ഈ ഒരു ജോലിയിൽ നിന്ന് എപ്പോഴും ഇത് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്രയും നല്ലത് കിട്ടില്ല, നെഗറ്റീവ് ചിന്തകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു ജോലിക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ സൺ കാർഡ് ആൻഡ് വേൾഡ് കാർഡാണ്. ബ്യൂട്ടിഫുൾ എനർജിയാണ്. ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാനുള്ളതാണ്. ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള രീതിയിൽ ജീവിച്ച് തീർക്കാനായിട്ടുള്ള അവസരങ്ങൾ വരാണ്. ഈ ഒരു അവസരം ഇനി എപ്പോഴും വന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ വരുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ചില ആളുകൾക്ക് കോൺഫിഡൻസ് കുറവ്, ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം. ജോലിക്ക് പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ, നല്ല ജോലികൾക്കൊക്കെ വരുമ്പോൾ ഇത്രയും നല്ല ജോലിയെങ്കിൽ ഇത് എനിക്ക് യോഗ്യതയില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റി. അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആർക്കും എന്ത് ജോലിക്കും അപ്ലൈ ചെയ്യുന്നത് കൊണ്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ ശ്രമിക്കുക. അപ്ലൈ ചെയ്താൽ മാത്രമേ ജോലി കിട്ടുള്ളൂ.
അല്ലാതെ ആർക്കും ജോലി കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നോക്കുക എന്താണ് വരുന്നത്. അപ്ലൈ ചെയ്ത കുറച്ച് സമയം നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. യാത്രകൾ കാണിക്കുന്നുണ്ട്. യാത്രകൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് ചെയ്യാനുള്ള ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ സോളോ ട്രിപ്പ് പോകാനുള്ള അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊരു ഭയമായിരിക്കാം. അങ്ങനെയുള്ള ആത്മവിശ്വാസം ചിലപ്പോൾ ഉണ്ടാവില്ല തന്നെ യാത്ര ചെയ്യാൻ. തന്നെ യാത്രകൾ ചെയ്യാൻ ഭയക്കുന്നവർക്ക് സോളോ ട്രിപ്പിനുള്ള അവസരമാണിത്. ഫാമിലിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയായിട്ട് പോവാം. യാത്രകൾക്ക് മടി പിടിക്കുന്നില്ല. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ വലിയ യാത്രയൊന്നും പോയിട്ടില്ലാത്തവരും അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര പോയിട്ടില്ലാത്തവർക്കൊക്കെ ഒരു അവസരം വരികയാണ്. ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി കണക്ഷൻസ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വിദേശത്തേക്ക് പോകാനുള്ള അവസരമായിരിക്കും. കാരണം ദൂരെ യാത്രയാണ് സൂചിപ്പിക്കുന്നത്. വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാനുള്ള അവസ്ഥയും അവസരങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. ഓക്കെ, അതേപോലെ സൺ കാർഡ് ആൻഡ് 4 of Wands എനർജി കണക്ഷൻസ് ആണ്. പലരെയും സംബന്ധിച്ച് പുതിയ പുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടുന്ന സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞുള്ള പുതിയ ജോലിക്കുള്ള അവസ്ഥ, പുതിയ ജോലി, ശമ്പളം, വളരെയധികം കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു സാലറി, നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ കരിയറിൽ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളും അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ വീട് എന്നുള്ളൊരു സ്വപ്നമായിട്ടിരിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് പണി എന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നുണ്ട്. വിദേശത്തൊക്കെ ജീവിക്കുന്നവരെ വീട് നോക്കുന്നവരാണെങ്കിൽ വിദേശത്ത് ജോലി ബെറ്റർ ആവുന്നുണ്ട്. അതേപോലെ വീടിനുള്ളൊരവസ്ഥയും നിങ്ങൾ ജീവിക്കുന്നിടത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ വീടെന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾ ഫിൻലൻഡ് എന്നുള്ള പേര് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഫിൻലൻഡിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു യാത്ര സൂചിപ്പിക്കുന്നുണ്ട്, അതൊന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക്, എല്ലാവരിലുമല്ല, മക്കൾ വീട് വെച്ച് തരുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. പിന്നെ എന്താണ്, നിങ്ങൾ യാത്രയാണ്. അതേപോലെ തന്നെ ജീവിതം തേടിയുള്ള, ഇപ്പോൾ ചില ആളുകൾ വിദേശത്ത് പോയിട്ട് സെറ്റിലാവുന്ന സിറ്റുവേഷൻ ആകാം, അതായത് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പിന്നെ വീടെന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. വീട് സംബന്ധിച്ച് പറയുമ്പോൾ വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. വീട് അലങ്കരിക്കുന്നത്, വീട് മാറ്റം ഉണ്ടാവുന്നുണ്ട് പലർക്കും. അപ്പോൾ അത് വീട് മാറുന്നു, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പലതും അടുക്കി വയ്ക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം. അലങ്കാരം, വീടിൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അലങ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തൊഴിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതായത് കൃഷി കാര്യങ്ങൾ, ചില ആളുകൾക്ക് മത്സ്യകൃഷി, പൂക്കളുടെ കൃഷി, അതായത് അലങ്കാര മത്സ്യകൃഷി ആയിരിക്കാം. പൂക്കളുടെ കൃഷി, അതായത് ഭംഗിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള കൃഷി ബിസിനസ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്, നല്ല ഭംഗിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള തരത്തിലുള്ള എന്തെങ്കിലും ബിസിനസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. പ്രായമായിട്ടുള്ളവർ, റിട്ടയർ ആയിട്ടുള്ളവർ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ഒരു പക്ഷേ അത് സ്വന്തമായിട്ട് ഫാമിലിയിലുള്ള, ഇതുവരെ തൊഴിൽ ചെയ്യാത്തവരിപ്പം വീട്ടമ്മമാരായിട്ടിരിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്യാത്തവർ പ്രത്യേകിച്ചും അവർക്കുള്ള അവസരമാണ് കൂടുതൽ കാണിക്കുന്നത്. അതേപോലെ സ്റ്റാർ കാർഡിൻ്റെ ഡെവിൾ എനർജിയാണ്. ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമാണ്. വളരെ ഭാഗ്യമുള്ളൊരു മാസമാണ്. പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ചാൽ വലിയ രീതിയിലൊന്നും ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. പിന്നെ നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന ഈ ടോക്സിക് എൻവയൺമെൻറ്റിൽ നിന്ന് പുറത്ത് കിടക്കാനൊരു കൈസഹായം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം, പുറത്തുനിന്ന് ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊരു ടോക്സിക് അന്തരീക്ഷത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ. അങ്ങനെ ഒരാളൊരു കൈത്താങ്ങായിട്ട് വരുമ്പോൾ, ഒരു കൈ നിങ്ങൾക്കായിട്ട് തരുമ്പോൾ ആ കയ്യിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുക, അല്ലാതെ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നിങ്ങളായിട്ട് തിരഞ്ഞെടുത്താണ് ഈ ജീവിതം, ഇത് അനുഭവിച്ച് തീർക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളത് തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ചുരുക്കം പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ആ കയ്യിൽ പിടിച്ച് നിങ്ങൾ ആ ഒരു പുതുജീവിതത്തിലേക്ക് പോവുക. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം വേണ്ടുകൊള്ളുകൊണ്ട് പല കാര്യങ്ങൾ ആഗ്രഹിച്ചത് ചെയ്യാൻ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഡ്വഞ്ചറായിട്ട് കാണാം. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട്
ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.